നമസ്തേ. നമ്മൾ ഇന്ന് ആഴ്ചഫലമാണ് നോക്കുന്നത്. ഫെബ്രുവരി 18 മുതൽ 24 വരെയുള്ള ഒരാഴ്ചത്തെ ഫലം. ആദ്യം മേടക്കൂറുകാരുടെ കാര്യം. മേടക്കൂറ് എന്ന് പറഞ്ഞാൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ്. അവർക്ക് പൊതുവെ പറഞ്ഞാൽ ഇപ്പോൾ അനുകൂലമായ സമയമാണ്. കാരണം വ്യാഴം, ശനി, ബുധൻ, കേതു, ആദിത്യൻ, ചൊവ്വ 3-ാം ഭാവത്തിൽ, ഇതെല്ലാം ഗുണകരാണ്. അപ്രതീക്ഷിത ധനലാഭം, അതായത് പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നൊക്കെയുള്ള ധനലാഭമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ 12-ാം ഭാവത്തിൽ സർപ്പം സഞ്ചരിക്കുന്നത് കൊണ്ട് അപ്രതീക്ഷിതമായ ധനനഷ്ടങ്ങളും ഉണ്ടാവും. അപ്പോൾ ധനലാഭവും ധനനഷ്ടവും ഒരുപോലെ ഉണ്ടാകുന്ന ഒരാഴ്ചയാണ്. കാരണം 12-ാം ഭാവത്തിൽ സർപ്പവും ശുക്രനൊക്കെയാണ്. ശുക്രൻ എന്ന് പറഞ്ഞത് 2ഉം 7ഉം ഭാവാധിപനാണ്. അപ്പോൾ 2-ാം ഭാവാധിപൻ 12-ലൊക്കെ സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിത ധനച്ചിലവുകൾ കരുതിയിരിക്കണം. പിന്നെ യാത്രാ ഗുണം ഉണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുള്ള സമയമാണ്. 12-ലെ ശുക്രൻ ഭക്ഷണസുഖം നൽകും. എങ്കിലും ആരോഗ്യപരമായ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുക. ഉറ്റവർക്ക് രോഗാരിഷ്ടതകളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. പൊതുവെ പറഞ്ഞാൽ മേടക്കൂറുകാർക്ക് ഗുണമുള്ള സമയം തന്നെയാണ്. അടുത്തത് ഇടവക്കൂറുകാരുടെ കാര്യം. കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരത്തിൻ്റെ ആദ്യ പകുതി. അവർക്ക് 10-ാം ഭാവത്തിൽ ആദിത്യൻ, ബുധൻ ഇതൊക്കെ യോഗം ചെയ്ത് നിൽക്കുകയാണ്. ധനപരമായിട്ട് അത് ചെറിയ ഗുണങ്ങളൊക്കെ നൽകുന്നതാണ്. കാര്യസിദ്ധി ഒക്കെ ഉണ്ടാക്കും. കടബാധ്യതകൾ കുറയ്ക്കും. 11-ാം ഭാവത്തിൽ ഇപ്പോൾ സഞ്ചരിക്കുന്ന ശുക്രൻ അത് ഉച്ചരാശിയിലാണ്. അപ്പോൾ അതും പല പ്രകാരത്തിലുള്ള ധനമാർഗങ്ങൾക്ക് സാധ്യത നൽകുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലഗ്നത്തിൽ വ്യാഴമാണ് ഇടവക്കൂറുകാർക്ക്. പെട്ടെന്നുള്ള ചില തീരുമാനങ്ങൾ, പ്രവൃത്തികളൊക്കെ സ്ഥാനഭ്രംശങ്ങൾ ഉണ്ടാക്കാം. പെട്ടെന്ന് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. പ്രവൃത്തികൾ, ഇതൊക്കെ ചില സ്ഥാനഭ്രംശങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ ലഗ്നത്തിലെ വ്യാഴം തരുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അത് ഇടവമാസത്തിലാണ്, മെയ് 14-ാം തീയതിയൊക്കെയാണ് വ്യാഴം മാറുള്ളൂ. അപ്പോൾ കഴിഞ്ഞ 1 വർഷമായിട്ട് വ്യാഴം ലഗ്നത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇടവക്കൂറുകാർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ സ്ഥാനഭ്രംശങ്ങളൊക്കെ വരാമെന്ന് ഞാൻ പറഞ്ഞു. അത് ചിലപ്പോൾ പെട്ടെന്നുള്ള ചില വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ ആവാം. ശ്രദ്ധിക്കുക. 2-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുകയാണ്. പെട്ടെന്നുള്ള ധനനഷ്ടം അതും വരാം. പിന്നെ 5-ാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുകയാണ്. സന്താനങ്ങൾക്കും അത്ര നല്ല അനുകൂലമായ സ്ഥിതിയല്ല എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഇടവക്കൂറുകാർ. പെട്ടെന്നുള്ള ചില കാര്യങ്ങൾ, സ്ഥാനഭ്രംശങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അടുത്ത മിഥുനക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം 18-ാം തീയതി മുതൽ 24-ാം തീയതി വരെ. മകീരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥുനക്കൂറ്. അവർക്കിപ്പോൾ ലഗ്നത്തിലെ ചൊവ്വ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. ലഗ്നത്തിലെ ചൊവ്വ കാര്യതടസ്സങ്ങൾ ഉണ്ടാക്കും, ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാക്കും. പിന്നെ മുറിവ്, ചതവ്, പൊള്ളൽ ഇതൊക്കെ ഏൽക്കാവുന്ന സമയമാണ്. ശ്രദ്ധിക്കുക. പിന്നെ രോഗാരിഷ്ടതകൾ, ഇതൊക്കെ ലഗ്നത്തിലെ ചൊവ്വ തരുന്നതാണ്. ഇതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മിഥുനക്കൂറുകാർക്ക് വ്യാഴം 12-ാം ഭാവത്തിൽ, കേതു 4-ാം ഭാവത്തിൽ, ആദിത്യൻ 9-ാം ഭാവത്തിൽ, ബുധൻ 9-ൽ. ഇതൊന്നും അനുകൂലമായ ഒരു സ്ഥിതിവിശേഷമല്ല ഇപ്പോഴുള്ളത്. ശനിയാണെങ്കിൽ 9-ാം ഭാവത്തിൽ. അപ്പോൾ മാതാവിന് അത്ര അനുകൂലമായിരിക്കില്ല. വാഹനം ഓടിക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കുക. പിന്നെ ദേഹാരിഷ്ടതകളൊക്കെ വരാവുന്ന സമയമാണ് മിഥുനക്കൂറുകാർക്ക്. മിഥുനക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ഒരു സമയം അല്ല. മനസ്വസ്ഥത കുറയും, ചിലവ് വർദ്ധിക്കും, കാര്യതടസ്സങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അടുത്ത കർക്കിടകക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറ്. അവർക്ക് ചൊവ്വ 12-ാം ഭാവത്തിലാണ്. അവർക്കും ഈ വീഴ്ച, മുറിവ്, യാത്രകളിൽ തടസ്സങ്ങൾ. പിന്നെ ആദിത്യൻ 8-ാം ഭാവത്തിൽ ഇപ്പോൾ സഞ്ചരിക്കുകയാണ്. ദേഹാരിഷ്ടതകൾ വർദ്ധിക്കുന്ന സമയം, മനസ്വസ്ഥത കുറയുന്ന സമയം. പിതാവിനും അത്ര അനുകൂലമല്ല. കാരണം 9-ാം ഭാവത്തിലെ സർപ്പവും 8-ലെ ആദിത്യനും ഒന്നും പിതാവിന്
അത്ര അനുകൂലമല്ല. 8-ലെ ശനി സഞ്ചരിക്കുകയാണ്. ദേഹാരിഷ്ടതകൾ, മാനസിക അസ്വസ്ഥതകൾ, പൊതുവെ പറഞ്ഞ ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ വർദ്ധിക്കുന്ന സമയമാണ് കർക്കിടകക്കൂറുകാർക്ക്. വീഴ്ച മൂലമോ മുറിവ് മൂലമോ ഒക്കെ ഉള്ള കാര്യങ്ങളുണ്ടാവാം, അതൊക്കെ ശ്രദ്ധിക്കുക. എങ്കിലും വ്യാഴം 11-ൽ സഞ്ചരിക്കുന്നു, 9-ാം ഭാവത്തിൽ ശുക്രനും സഞ്ചരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവർക്ക് സ്ഥാനപ്രാപ്തിയും അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കുന്ന സമയമാണ്. ശുക്രൻ ഇപ്പോൾ ഉച്ചത്തിൽ സഞ്ചരിക്കുകയാണ് മീനം രാശിയിൽ. അപ്പോൾ നാനാവിധത്തിലുള്ള വസ്ത്രാഭരണാദി ലാഭങ്ങൾ, അംഗീകാരങ്ങൾ ഒക്കെ കിട്ടാവുന്ന സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എങ്കിലും 9-ാം ഭാവത്തിൽ സർപ്പവും, അഷ്ടമത്തിലെ ആദിത്യനും ശനിയും, ചൊവ്വ 12-ലുമൊക്കെ ശ്രദ്ധിക്കുക. യാത്രകളിൽ തടസ്സങ്ങൾ, കാര്യതടസ്സങ്ങൾ, ദേഹാരിഷ്ടതകൾ, വീഴ്ച ഇതൊക്കെ സംഭവിക്കാവുന്ന സമയത്തിലൂടെയാണ് കർക്കിടകക്കൂറുകാർ കടന്നു പോകുന്നത് എന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അടുത്ത ചിങ്ങക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ്. അവർക്ക് 7-ാം ഭാവത്തിലെ ആദിത്യനും ശനിയും ബുധനും ഒക്കെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ദേഹാരിഷ്ടതകൾ, സഞ്ചാരക്ലേശങ്ങൾ, എട്ടാം ഭാവത്തിൽ സർപ്പവും ശുക്രനും, മാനസികവും ശാരീരികവുമായ ചില ദുരിതങ്ങൾ, 11-ാം ഭാവത്തിലെ ചൊവ്വ അത് ധനപരമായിട്ട് ഗുണമൊക്കെ ചെയ്യും. 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും അത്ര അനുകൂലമല്ല എങ്കിലും ധനപരമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. എങ്കിലും 10-ലെ വ്യാഴം ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക അസ്വസ്ഥതകൾ തരും. 8-ാം ഭാവത്തിൽ സർപ്പവും ശുക്രനുമാണ്. വാക്കുകൾ ശ്രദ്ധിക്കുക. കുടുംബത്തിലായാൽ, തൊഴിൽ ചെയ്യുന്ന സ്ഥലത്തായാൽ, മിത്രങ്ങളുടെ ഇടയിലൊക്കെ ആയാലും വാക്കുകളാണ് ഇവർ ശ്രദ്ധിക്കേണ്ടത്. എടുത്തു ചാടിയുള്ള പ്രവർത്തനങ്ങളും ഇവർ ഒഴിവാക്കുക. അതിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. അടുത്തത് കന്യക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. ഉത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതി ഭാഗമാണ് കന്യക്കൂറ്. അവർക്ക് ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ ലഗ്നത്തിൽ കേതുവും 7-ാം ഭാവത്തിൽ സർപ്പവും ശുക്രനുമാണ്. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ശുക്രനും കൂടി 7-ാം ഭാവത്തിൽ വരികയാണ്. 7-ാം ഭാവത്തിലെ ശുക്രൻ അത്ര അനുകൂലമല്ല. അപ്പോൾ 10-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നതും പലതരത്തിലുള്ള മനക്ലേശങ്ങൾ ഉണ്ടാക്കി തരുന്ന സമയമാണിപ്പോൾ. 6-ാം ഭാവത്തിൽ ആദിത്യനും ശനിയും ബുധനും ഇതൊക്കെ സഞ്ചരിക്കുന്നു. ബുധൻ സ്ഥാനപ്രാപ്തിയൊക്കെ നൽകുമെങ്കിലും ത്വക്ക് രോഗങ്ങൾ, അലർജി രോഗങ്ങളൊക്കെ 6-ാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുമ്പോൾ നൽകും. അപ്പം അങ്ങനെയുള്ളൊരു സമയമൊക്കെയാണ്, ശ്രദ്ധിക്കുക. ധനപരമായിട്ടും ഒക്കെ ഗുണമുണ്ട്. വിദ്യാർത്ഥികൾക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, തൊഴിൽ ഗുണമൊക്കെ ഉണ്ട്. എങ്കിലും 7-ാം ഭാവത്തിലെ ശുക്രൻ അതും രാഹുവിനോടൊപ്പമാണ്. ദാമ്പത്യ പ്രശ്നങ്ങൾ അത് ശ്രദ്ധിക്കുക. പങ്കാളിക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗാതി ദുരിതങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ പങ്കാളി മൂലം നമുക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇതൊക്കെ കന്യക്കൂറുകാർക്ക് ഇപ്പോൾ സംഭവിക്കാവുന്ന കാര്യമാണ്. കാരണം 7-ാം ഭാവത്തിൽ സർപ്പവും ശുക്രനുമാണ്, ലഗ്നത്തിലെ കേതുവുമാണ്. ഇതൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ചില സംശയങ്ങളൊക്കെ ഉടലെടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന സമയമാണ്. അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇനി അടുത്ത തുലാക്കൂറുകാരുടെ കാര്യമാണ് അടുത്ത ഒരാഴ്ചത്തെ ഫലം. ചിത്രയുടെ അവസാന പകുതി, ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാക്കൂറ്. 5-ാം ഭാവത്തിലെ ആദിത്യനും ബുധനും ശനിയും സഞ്ചരിക്കുന്ന സമയം ഗുണമല്ല, ശ്രദ്ധിക്കുക. 8-ാം ഭാവത്തിൽ വ്യാഴവും കൂടി സഞ്ചരിക്കുകയാണ്. അതും ഈശ്വരാധീനക്കുറവ് ഉണ്ടാക്കി തരുന്ന സമയമാണ്. അപ്പോൾ തുലാക്കൂറുകാർക്ക് അത്ര അനുകൂലമായ ഒരു സമയമല്ല ഇപ്പോൾ. രോഗാരിഷ്ടതകൾ, മാനസിക വിഷമതകൾ, വിരഹ ദുഃഖം, ചിലപ്പോൾ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വരാം. അങ്ങനെയുള്ള സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. 9-ൽ ചൊവ്വ സഞ്ചരിക്കുന്ന സമയമാണ്. ചൊവ്വ 2ഉം 7ഉം ഭാവാധിപനായ ചൊവ്വ 9-ൽ സഞ്ചരിക്കുമ്പോൾ ചില ഭാഗ്യക്കേടുകൾ വരാം. നനച്ചിരിക്കാത്ത സമയത്ത് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ, നമ്മൾ സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാം. ചില ഭാഗ്യക്കേടുകൾ ഉണ്ടാവാം, രോഗപീഠകൾ ഉണ്ടാവാം. ഇതൊക്കെ 9-ലെ ചൊവ്വ സഞ്ചരിക്കുന്ന സമയത്തിൻ്റെ പ്രത്യേകതയാണ്.
രണ്ടും 7 ഭാവാധിപനാണ്. പല യാത്രകളും ചിലപ്പോൾ മാറ്റിവെക്കപ്പെടാം. അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം കഴിഞ്ഞ ഒരു വർഷമായിട്ട് അത് മെയിലാണ് മാറുള്ളൂ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. യാത്രകളിലെ ചില ദുരിതങ്ങൾ, പിതാവിന് ചില ക്ലേശങ്ങൾ, വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് തുലാക്കൂറുകാർക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. എങ്കിലും ഇപ്പോൾ 9ാം ഭാവത്തിൽ ചൊവ്വ കൂടി സഞ്ചരിക്കുമ്പോൾ അതിന് കൂടുതൽ ചില ഭാഗ്യക്കേടുകളും വരാം. അതൊക്കെ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യയിൽ ചില തടസ്സങ്ങൾ, തൊഴിൽ തടസ്സങ്ങളൊക്കെ വരാവുന്ന സമയമാണ്. എങ്കിലും 6ാം ഭാവത്തിൽ സർപ്പം സഞ്ചരിക്കുകയാണ്. ശുക്രനും ഉച്ചത്തിൽ 6ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. ശത്രുക്കളുണ്ട്. തൊഴിൽ രംഗത്തായാലും എവിടെയായാലും ശത്രുക്കളുണ്ട്. ശത്രുക്കൾ മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. എങ്കിലും 6ാം ഭാവത്തിൽ സർപ്പം സഞ്ചരിക്കുന്ന സമയമായതിനാൽ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് തുലാക്കൂറുകാർക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനും കഴിയും. എങ്കിലും ശ്രദ്ധിക്കുക, അഷ്ടമത്തിൽ വ്യാഴമാണ്. ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. അടുത്ത വൃശ്ചികക്കൂറുകാരുടെ കാര്യമാണ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരാണ് വൃശ്ചികക്കൂറുകാർ. അവർക്ക് ശ്രദ്ധിക്കേണ്ടത് അഷ്ടമത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്ന സമയമാണ്. ശത്രുപീഡകൾ, വാക്ക് തർക്കങ്ങൾ, അതുമൂലം കേസുകൾ, ഇതൊക്കെ വരാവുന്ന സമയമാണ്. ചൊവ്വ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണിപ്പോൾ. അപ്പോൾ 4ാം ഭാവത്തിൽ ആദിത്യൻ, അത് അനുകൂലമല്ല. ശനിയും 4ാം ഭാവത്തിൽ ശനിയും ബുധനും 4ാം ഭാവത്തിൽ. അപ്പോൾ 4ാം ഭാവത്തിൽ ആദിത്യനും ശനിയും ബുധനും ഒക്കെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഹൃദയ സംബന്ധമായ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുള്ളവർ ശ്രദ്ധിക്കുക. പിന്നെ പലതരത്തിലുള്ള അപവാദങ്ങൾ കേൾക്കാവുന്ന സമയമാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. വാക്കുകൾ, പ്രവൃത്തികളൊക്കെ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. ആവശ്യമില്ലാത്തടത്ത് ഇടപെടാതിരിക്കുക. 4ാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുന്നത് നല്ലതാണ്. ധനലാഭം, കുടുംബത്തിലെ ഒരു സമാധാനം, സൗഖ്യമൊക്കെ ഉണ്ടാകും. കുടുംബ ബന്ധങ്ങളിൽ കഴിഞ്ഞ കാലത്ത് ശത്രുക്കളായിരുന്നവരൊക്കെ മിത്രങ്ങളാകും. നമ്മുടെ വാക്കുകളിൽ സൗമ്യതയൊക്കെ വരും. പിന്നെ ശുക്രൻ 5ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ് ഉച്ചത്തിൽ. അപ്പോൾ സന്താന ഗുണമുണ്ട്. പക്ഷേ ആ ശുക്രൻ 12ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ സന്താനങ്ങൾക്ക് അധിക ചിലവുകൾ വരാവുന്ന സമയമാണ്. നമുക്കും ചില അധിക ചിലവുകളൊക്കെ വരാം. അത് ശ്രദ്ധിക്കുക. വാഹനവുമായി ബന്ധപ്പെട്ട് ചില നല്ല കാര്യങ്ങൾ നടക്കാം. പിന്നെ 4ാം ഭാവത്തിൽ ശനി, വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. വാഹനമൊക്കെ മേടിക്കാൻ യോഗമുണ്ട് എന്ന് വെച്ചിട്ട് വാഹന അപകടങ്ങളും 4ാം ഭാവത്തിൽ ശനി തരും. എങ്കിലും പൊതുവെ 7ാം ഭാവത്തിൽ ഇവർക്ക് വ്യാഴം സഞ്ചരിക്കുകയാണ്. 5ാം ഭാവത്തിൽ ശുക്രനും ഉച്ചത്തിൽ സഞ്ചരിക്കുകയാണ്. പൊതുവെ വലിയ പ്രശ്നങ്ങളില്ല. എങ്കിലും 4ാം ഭാവത്തിലെ ശനിയും അഷ്ടമത്തിലെ ചൊവ്വയും ഇതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അടുത്ത ധനുക്കൂറുകാരുടെ കാര്യമാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ധനുക്കൂറ്. അവർക്ക് 3ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നു. 3ാം ഭാവത്തിൽ ആദിത്യൻ സഞ്ചരിക്കുന്നു. 4ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നു. ഇതൊക്കെ ഗുണമാണ്. കുടുംബ ഐശ്വര്യവും കുടുംബ സൗഖ്യവും തൊഴിൽ ഗുണവും ഒക്കെ ധനുക്കൂറുകാർക്ക് ഇപ്പോൾ ഉണ്ടാവും. എങ്കിലും 4ാം ഭാവത്തിൽ സർപ്പം, വ്യാഴം 6ലും സഞ്ചരിക്കുകയാണ്. അപ്പോൾ ചില അസ്വസ്ഥതകൾ, ചില പരിഹാസങ്ങൾ, ചില വിമർശനങ്ങൾ എല്ലായിടത്തു നിന്നും, തൊഴിൽ രംഗത്തു നിന്നായാലും കുടുംബത്തിൽ നിന്നായാലും ഒക്കെ കേൾക്കേണ്ടി വരും എന്ന് മുൻകൂട്ടി മനസ്സിലാക്കി വയ്ക്കുക. അതനുസരിച്ച് നമ്മൾ നമ്മുടെ പ്രവർത്തികളെ വളരെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. പൊതുവെ കുടുംബത്തിലൊക്കെ 4ാം ഭാവത്തിലൊക്കെ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ഗുണമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് 7ാം ഭാവത്തിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. അപ്പോൾ കൂട്ടു സംരംഭങ്ങൾ നടത്തുന്നവരൊക്കെ ശ്രദ്ധിക്കുക. മനക്ലേശം വിട്ട് 7ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ മനസ്വസ്ഥത കുറയും പൊതുവെ. പിന്നെ എപ്പോഴും ഒരു ശത്രുക്കൾ ഉപദ്രവിക്കുമോ എന്നുള്ളൊരു ഭയം, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികൾ മൂലം നമ്മുടെ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ വരുമോ എന്നുള്ളൊരു ഭയമൊക്കെ 7ലെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ ധനുക്കൂറുകാർക്ക് ഉണ്ടാകുന്നൊരു സമയമാണ്.
അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. ഇവർ ദൈവാധീനം ഉണ്ടാക്കിയെടുക്കേണ്ട സമയമാണ്. അതിന് ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. കാരണം വ്യാഴം 6ാം ഭാവത്തിലാണ്. അത് നിർബന്ധമായിട്ട് ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ് ധനുക്കൂറുകാർക്ക്. അടുത്ത മകരക്കൂറുകാരുടെ കാര്യമാണ് അടുത്ത ഒരാഴ്ചയിലെ. ഉത്രാടത്തിൻ്റെ അവസാന 1/4 ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയാണ് മകരക്കൂറ്. അവർക്ക് 2ാം ഭാവത്തിൽ ഇപ്പോഴും ശനി സഞ്ചരിക്കുകയാണ്. 7 ശനിയുടെ അവസാന കാലഘട്ടമാണ്. ചില മാനസിക അസ്വസ്ഥതകൾ 2ാം ഭാവത്തിൽ ശനി തരും. എങ്കിലും 6ാം ഭാവത്തിൽ ചൊവ്വയാണ്, 5ലെ വ്യാഴമാണ്, 3ാം ഭാവത്തിൽ രാഹുവാണ്. ഇതൊക്കെ ഗുണം തരുന്ന കാര്യങ്ങളാണ്. 3ാം ഭാവത്തിലെ ഉച്ചത്തിൽ ശുക്രൻ സഞ്ചരിക്കുകയാണ്. സഹോദരങ്ങൾ മുഖേന ഗുണമുണ്ട്, സഹോദരങ്ങൾക്ക് ഗുണമുണ്ട്. ഇവരുടെ തന്നെ ധനപരമായിട്ട് ഗുണമാണ്. ഇപ്പോൾ തൊഴിൽപരമായിട്ടൊക്കെ കഴിവ് വർദ്ധിക്കുന്ന സമയമാണ്. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ, പ്രവർത്തികളൊക്കെ തൊഴിൽ രംഗത്ത് ഉണ്ടാവാം. അത് ധനപരമായിട്ടും ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ആരോഗ്യരംഗത്ത് ശ്രദ്ധിക്കേണ്ടത് ഉദരരോഗങ്ങൾ, എന്തെങ്കിലും തരത്തിലുള്ള അലർജി രോഗങ്ങൾ, അതൊക്കെ മൂലം ചിലപ്പോൾ ആശുപത്രി വാസമൊക്കെ വേണ്ടി വരാം. എങ്കിലും മകരക്കൂറുകാർക്ക് പൊതുവെ 5ാം ഭാവത്തിലെ വ്യാഴം ഗുണപരമായ കാര്യങ്ങളാണ് തരുന്നത്. തൊഴിൽപരമായിട്ടൊക്കെ ഗുണം ചെയ്യുന്ന സമയം തന്നെയാണ്. അടുത്ത കുംഭക്കൂറുകാരുടെ കാര്യമാണ്. അവിട്ടം അവസാന പകുതി, ചതയം പുരുട്ടാതിയുടെ ആദ്യ 1/4 ഭാഗമാണ് കുംഭക്കൂറ്. അവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ലഗ്നത്തിലെ ആദിത്യൻ, ബുധൻ, ശനി ഇതൊന്നും അനുകൂലമായ സമയത്തിലൂടെ അല്ല കടന്നു പോകുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ, സഞ്ചാരക്ലേശങ്ങൾ, പൊതുവെ ആയാസം വർദ്ധിക്കുന്ന സമയമാണ്. 5ാം ഭാവത്തിലെ ചൊവ്വ സഞ്ചരിക്കുന്ന സമയവും പലതരത്തിലുള്ള നാശം, ദ്രവ്യനാശങ്ങൾ, പലതരത്തിലുള്ള വസ്തുവകൾ നശിക്കാം, അല്ലെങ്കിൽ ധനപരമായ കാര്യങ്ങൾക്ക് നഷ്ടം, നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ 5ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ശ്രദ്ധിക്കുക. ലഗ്നത്തിൽ ശനിയാണ്. കഴിഞ്ഞ 2.5 വർഷമായിട്ട് ലഗ്ന ശനിയൊക്കെ മാർച്ച് 29-നാണ് മാറുള്ളൂ. ശനിയുടെ സഞ്ചാരത്തിൽ ഏറ്റവും പ്രശ്നമുള്ളത് ലഗ്നശനിയും അഷ്ടമത്തിലെ ശനിയൊക്കെയാണ്. ഇവർ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ 2.5 വർഷമായിട്ട് ദൂരദേശ ഗമനമൊക്കെ ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. വീട്ടിൽ നിന്ന് മാറി നിൽക്കലോ, തൊഴിൽ സംബന്ധമായിട്ടോ പഠന സംബന്ധമായിട്ടോ എന്തെങ്കിലും തരത്തിൽ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവാം. ഇവർ ശ്രദ്ധിക്കേണ്ടത്, ഈ ലഗ്നശനി എന്ന് പറയുന്നത് വിഷപരമായ എന്തെങ്കിലും തരത്തിലൂടെ അപകടങ്ങൾ, അഗ്നി സംബന്ധമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഈ ലഗ്നത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ വരാവുന്ന കാര്യങ്ങളാണ്. അത് വിട്ടൊഴിഞ്ഞിട്ടില്ല. മാർച്ച് 29-നൊക്കെയാണ് അതിൻ്റെ മാറ്റമുള്ളൂ. ശ്രദ്ധിക്കുക. പിന്നെ രോഗാരിഷ്ടതകൾ വിട്ടൊഴിയില്ല. പിന്നെ ബുധൻ ഇപ്പോൾ ലഗ്നത്തിൽ സഞ്ചരിക്കുകയാണ്. ബന്ധുക്കളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇടപഴകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ബന്ധുക്കളൊക്കെ ആയിട്ട് കലഹം, കാരണം നമ്മുടെ വാക്കുകൾ മൂലം ചില കലഹങ്ങൾ, ലഗ്നത്തിൽ ബുധൻ സഞ്ചരിക്കുന്ന അനുകൂലമല്ല, നമ്മുടെ വാക്കുകൾ മൂലം ചില കലഹങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. പിന്നെ അഷ്ടമത്തിലെ കേതുവാണ്, 2ലെ സർപ്പമാണ്. വാക്കുകൾ ശ്രദ്ധിക്കുക. 2ലെ സർപ്പം, വാക്കുകൾ ശ്രദ്ധിക്കുക. വാക്കുകൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാകാം. നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് മാനസിക സ്വസ്ഥത നശിക്കുന്ന രീതിയിൽ ചിന്തിക്കുകയൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. പിന്നെ അഷ്ടമത്തിലെ കേതു എന്ന് പറയുന്നത് കാര്യങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലും നമ്മൾ എന്ത് കാര്യമൊക്കെ തീരുമാനിച്ചുറച്ചു വെച്ചാലും അതിലൊക്കെ ഒരു തടസ്സം വരാവുന്ന സമയമാണ്. പിന്നെ 4ാം ഭാവത്തിൽ വ്യാഴം വാഹനയോഗമുള്ള സമയമാണ്. 4ാം ഭാവത്തിലെ വ്യാഴം വാഹനപരമായിട്ടൊക്കെ ഗുണമാണ്. എങ്കിലും മാതാവിന് അത്ര അനുകൂലമായിരിക്കില്ല ആരോഗ്യപരമായിട്ട്. 2ാം ഭാവത്തിൽ ശുക്രൻ ഉച്ചത്തിൽ സഞ്ചരിക്കുകയാണ്. 2ാം ഭാവത്തിലെ ശുക്രൻ കുടുംബപരമായിട്ട് സൗഖ്യം, തൊഴിൽ രംഗത്ത് ഗുണം, വാഹനയോഗം, പിന്നെ കുടുംബത്തിൽ സ്വത്ത് ഭാഗം വെച്ചിട്ട് അതൊക്കെ കിട്ടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാവുന്ന സമയമാണ്. അപ്പോൾ 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനാണ് ആകെ അനുകൂലമായിട്ടുള്ളത്. ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. 4ാം ഭാവത്തിലെ വ്യാഴവും അനുകൂലമാണെങ്കിലും അത്ര അനുകൂലമൊന്നുമല്ല. കാരണം കേന്ദ്രഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത്ര അനുകൂലമൊന്നുമല്ല. 4, 10, 7 അല്ല 4, 10 വ്യാഴം സഞ്ചരിക്കുമ്പോൾ, 7ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് നല്ലതാണ്. 4ലും 10ലും സഞ്ചരിക്കുമ്പോൾ അത്ര അനുകൂലമല്ല. മാതാവിന് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം.
ധനപരമായിട്ടൊക്കെ ഗുണമാണ്, എങ്കിലും ചില മാനസിക അസ്വസ്ഥതകൾ കുടുംബപരമായിട്ടൊക്കെ ഉണ്ടാവാം. എങ്കിലും ഇപ്പോൾ രണ്ടാം ഭാവത്തിൽ ശുക്രൻ അത് ഉച്ചത്തിലാണ്. കുടുംബപരമായിട്ട് സമാധാനമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. എങ്കിലും വാക്കുകൾ ശ്രദ്ധിക്കുക. ബന്ധുക്കളൊക്കെ ആയിട്ട് ഇടപഴകുമ്പോൾ കുംഭക്കൂറുകാർ വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. അടുത്ത മീനക്കൂറുകാരുടെ കാര്യമാണ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ് മീനക്കൂറുകാർ. അവർക്ക് പൊതുവെ പറഞ്ഞാൽ എല്ലാ ഗ്രഹങ്ങളും ഇപ്പോൾ അനുകൂലമായ സ്ഥിതിവിശേഷത്തിലൊന്നുമല്ല. കാരണം 12ാം ഭാവത്തിൽ ആദിത്യൻ, 12ലെ ബുധൻ, 12ലെ ശനി, ലഗ്നത്തിലെ സർപ്പം, 7ലെ കേതു, ചൊവ്വ 4ാം ഭാവത്തിൽ, വ്യാഴം 3-ൽ. ഇതൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും. അലർജി രോഗങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും. പിന്നെന്താ പറയുക, ചില അപകടങ്ങളിൽ ചെന്ന് ചാടാം. ലഗ്നത്തിലെ സർപ്പം, 7ാം ഭാവത്തിലെ കേതുവും ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ലഗ്നത്തിൽ ഇപ്പോൾ ശുക്രനും കൂടിയുണ്ട്. അപ്പോൾ രാഹുയോഗം അത് 7ാം ഭാവത്തിലേക്ക്, അത് കേതുവാണ് കിടക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, വളരെയധികം ശ്രദ്ധിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. 3ാം ഭാവത്തിലെ വ്യാഴമാണ്. അപ്പോൾ ഭൗതിക സുഖങ്ങൾ കുറയും. പൊതുവെ പറഞ്ഞാൽ മീനക്കൂറുകാർക്ക് അത്ര അനുകൂലമായ സമയമൊന്നുമല്ല. ഇതൊരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല എന്നറിഞ്ഞ് കേൾക്കുക. കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈം വെച്ചിട്ടുള്ള ജാതകം പരിശോധിപ്പിച്ചിട്ട് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യുക. ഇത് വ്യക്തിയെ സംബന്ധിച്ചുള്ള കാര്യമല്ല, ഇത് നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള കാര്യമാണ്. അതറിഞ്ഞ് കേൾക്കുക. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.